ഹലോ ഗൈസ്, എല്ലാവർക്കും ക്രിപ്റ്റോമേനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സീസൺ 1 എൻഡ് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ സ്നാപ്ഷോട്ടിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സീസൺ 1 കഴിഞ്ഞു, ഇനിയിപ്പോൾ സീസൺ 2ലേക്കാണ് പോകുന്നത്. സീസൺ 2 ശരിക്കും ബിഗിൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ സീസൺ 2ൻ്റെ ഒരു പ്രീകേഴ്സറായിട്ട് ഇതിൻ്റെ ഇടയിൽ സീസൺ 1ഉം അതുപോലെ സീസൺ 2ൻ്റെ ഇടയിൽ അവരൊരു ചെറിയൊരു സീസൺ പോലെ ഇറക്കിയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും അവർ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ സീസൺ 2 തുടങ്ങുന്ന വരെ പ്ലെയേഴ്സിന് ഇതിൽ പിടിച്ചു നിർത്താനായിട്ട്, എൻഗേജിങ് ആയിട്ട് നിർത്താനായിട്ടാണ് ഇവരിത് ചെയ്തു കൊടുക്കുന്നത്. കുറേ ആൾക്കാർക്ക് ബാനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയുള്ള സീസണിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വന്നുള്ള ചേഞ്ചസ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായ കാർഡ്, അതുപോലെ തന്നെ ടാസ്ക് സെക്ഷനിലത്തെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ അവർ ഇറേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ് ഇപ്പോൾ ഉള്ളത് എന്താണ്, അക്കൗണ്ട്സ് വിഡ്രോവലിന് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ഉള്ളത്. അത് ഇനി ഒരു 2 മണിക്കൂർ കൂടിയൊക്കെ ഉള്ളൂ. നമ്മൾ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന് ഒരു 1:30 വരെയൊക്കെയാണ് അതിൻ്റെ ടൈം ഉള്ളത്. അപ്പോൾ നിങ്ങൾ കറൻ്റ് പുതിയൊരു സെഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, കോയിൻസിന് വരെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡയമണ്ട്സ് വന്നിട്ടുണ്ട്. കീ ഇല്ല, വേറെ കോയിൻസ് ഇല്ല, പ്രോഫിറ്റ് പെർ അവർ ഇല്ല. ഓക്കെ, പ്രോഫിറ്റ് പെർ അവർ കോയിൻസ് മാറി പകരം എന്തായി, ഡയമണ്ട്സ് ആയി. അതുപോലെ തന്നെ നിങ്ങളുടെ ബാലൻസും കോയിൻസിന് പകരം ഡയമണ്ട് ആയിട്ട്. ഈ ഡയമണ്ട് നമ്മളിപ്പോൾ ഏൺ ചെയ്യാനുള്ള മെത്തേഡ്സാണ് ഇപ്പോൾ നോക്കേണ്ടതുള്ളത്. ഈ ഡയമണ്ട്സ് എന്തിനാണ് ഏൺ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതുവരെ സീസൺ 2 തുടങ്ങുമ്പോൾ ഈ ഏൺ ചെയ്യുന്ന ഡയമണ്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ഇടയിലുള്ള ഈ സീസണിൻ്റെ പ്രോഫിറ്റ് പെർ അവർ, ഇതൊക്കെ നിങ്ങൾക്ക് സീസൺ 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഹെഡ് സ്റ്റാർട്ട് തരും എന്നാണ് അവർ പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ ബേസിക്കലി ഇപ്പോൾ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ, ഏൺ എന്ന് പറഞ്ഞ സെഷനിൽ പോകും. ഓക്കെ, ഇവിടെ നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് വരും. അതുപോലെ തന്നെ ടാസ്ക് ലിസ്റ്റ്. ഓക്കെ, ഇതിൽ നിങ്ങൾ മുന്നത്തെ സീസണിൽ എന്താണ് ഈ ടാസ്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ടിക്ക് മാർക്ക് വന്ന് കിടക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഇത് ചെയ്യുക. ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യൽ, നിങ്ങൾ വീണ്ടും ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണമെന്നല്ല പറയണത്. മുൻപത്തെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടോ അതൊക്കെ ഇപ്പോഴത്തേലും കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു 10 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് പോയിട്ട് ചെക്ക് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി മുന്നേ സീസണിൽ നിങ്ങൾക്ക് 10 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ 10 ഫ്രണ്ട്സിൻ്റെ റിവാർഡായിട്ട് 12 ഡയമണ്ട്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഡയമണ്ട്സ് നിങ്ങൾ ഫസ്റ്റ് ഈ ടാസ്ക് സെക്ഷനിൽ നിന്നാണ് എടുക്കേണ്ടത് മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഡയമണ്ട്സ് കളക്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. പ്ലേ ഗ്രൗണ്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മൈൻഡ് കാർഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ മൈൻഡ് കാർഡ്സിൽ പോയിട്ട് ഇവിടെ ന്യൂ കാർഡ്സിലാണ് ഉണ്ടാവട്ടെ. ന്യൂ കാർഡ്സിൽ ഒരു 4-5 കാർഡ്സ് കിടക്കുന്നുണ്ടായിരിക്കും. അതിൽ ഒരു കാർഡ് ഫ്രീ കാർഡ് ഉണ്ട്. ഓക്കെ, ബാക്കി എല്ലാ കാർഡ്സും അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് 1 ഡയമണ്ട് 2 ഡയമണ്ട് ഒക്കെ വെച്ചാണ് വരാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് നിങ്ങൾ തുടങ്ങുമ്പോൾ എല്ലാവരും ഡയമണ്ട്സ് 0 ആയിരിക്കും. അപ്പോൾ ഡയമണ്ട്സ് പെട്ടെന്ന് കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ടാസ്ക് സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി എലിജിബിൾ ആയിട്ടുള്ള ഡയമണ്ട്സ് നിങ്ങളോട് കളക്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു 50 സംതിങ് ഒക്കെ ഡയമണ്ട്സ് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, എന്തായാലും 20-30 ആണെങ്കിലും ഓക്കെ, നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന കാർഡ്സൊക്കെ നിങ്ങൾ അപ്ഗ്രേഡിന് കൊടുക്കുക. എല്ലാ കാർഡ്സും അപ്ഗ്രേഡ് ആവാനായിട്ട് 6 മണിക്കൂറാണ് വരുന്നത്. അപ്പോൾ കാണാൻ പറ്റും ഓരോ കാർഡ്സ് എടുക്കുമ്പോഴും അതിൻ്റെ കോസ്റ്റ് 1.1 ഡയമണ്ടാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. പ്രോഫിറ്റ് പെർ അവർ 0.05. അപ്പോൾ ഇതിൽ പാസീവ് ഇൻകം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇവർ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് പാസീവ് ഇൻകം നമ്മൾ കാർഡ്സ് അപ്ഗ്രേഡ് ചെയ്ത് കൂട്ടണം. പക്ഷേ നിങ്ങൾക്കിവിടെ മെയിൻ ഇൻ്റർഫേസിൽ പോയി കാണാൻ പറ്റും പ്രോഫിറ്റ് പെർ അവർ എൻ്റെ ഇതിൽ കിടക്കുന്നത് ഇപ്പോൾ 0.51 ആണ്. ഓക്കെ, അതായത് 1/2 ഡയമണ്ട് പെർ അവർ. ഓക്കെ, അപ്പോൾ ബാലൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കൂട്ടുന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് സ്ട്രെസ് ചെയ്ത് പറയാതെ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, പ്ലേ ഗ്രൗണ്ടിലത്തെ ഈ മിനി ഗെയിംസ് കളിച്ചിട്ട് ആണ് എന്ത് ചെയ്യേണ്ടത്, ബേസിക്കലി ഡയമണ്ട്സ് ഏൺ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പാസീവായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഡയമണ്ട്സ് അത് വളരെ കുറവാണ്, അതിൻ്റെ റേറ്റ് ഭയങ്കര കുറവാണ്. അതുമാത്രമല്ല എല്ലാ കാർഡ്സും 6 hours ടൈമുള്ള കാർഡ്സാണ്. അപ്പോൾ നമ്മൾ 5-6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ കളിച്ച് പാസീവായിട്ട് കിട്ടുന്ന ഡയമണ്ട്സ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പ്ലേ ഗ്രൗണ്ടിലത്തെ ഏതെങ്കിലും ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി 4 ഡയമണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് അവർ കളിക്കാനാണ് നമ്മൾ പറയാതെ എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് ചെയ്യണത്. അപ്പോൾ ഇത്തരം ഗെയിംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു 15 ഗെയിംസോളം ഉണ്ട് ഇപ്പോൾ കറൻ്റ്. നമുക്ക് പെർ ഡേ എന്ത് ചെയ്യാൻ പറ്റും, 60 കീസ് ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ കീ അവർ മാറ്റി എന്ത് ചെയ്തു, ഡയമണ്ട്സ് ആക്കി. അപ്പോൾ 60 ഡയമണ്ട്സ് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം നിങ്ങൾ ഏൺ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ടൈം കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനത് ആരോടും പ്രിഫർ ചെയ്യില്ല. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ എയർ ഡ്രോപ്പിൻ്റെ സെഷനിൽ നിങ്ങൾ വിഡ്രോവലിൽ നിങ്ങൾ എക്സ്ചേഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ റിക്വസ്റ്റ് ബിനാൻസ് വാസ് സെൻഡ് എന്നാണ് കാണിച്ചിട്ടുണ്ടാവും. അതുപോലെ ബൈബിറ്റ് വാസ് സെൻഡ് എന്നാണ് കാണിച്ചിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 24-നാണ് എന്ത് ചെയ്യുള്ളൂ, ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇവർ. സെപ്റ്റംബർ 24-നാണ്
ബൈനാൻസ് അല്ലെങ്കിൽ ബൈബിറ്റ് ഏതാണ് നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ, അതിന് കൺഫർമേഷൻ ഓർ ഡിക്ലൈൻ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ അഡ്രസ്സും മെമ്മോയും തമ്മിൽ മിസ്മാച്ച്, അല്ലെങ്കിൽ ബൈബിൻ്റെ കേസിൽ വരാണെങ്കിൽ അഡ്രസ്സ് മെമ്മോ അതുപോലെ നിങ്ങളുടെ ബൈബിറ്റ് UID ഇതൊക്കെ തമ്മിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഡിക്ലൈൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മാക്സിമം ആളുകളെ കട്ട് ഓഫ് ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ഓഫ് ചെയ്യുന്നത് മോശമല്ല, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയത്തിൽ വളരെ നല്ലതാണ്. കാരണം മീൻസ് ചീറ്റേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ അക്കൗണ്ട് ബാനായി പോകണം തന്നെയാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് ഒരു അളവ് കൊടുക്കുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ബാക്കിയുള്ളവർക്കും ഒരു പ്രോത്സാഹനം വരും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സീസണിൽ അവർക്ക് എന്തെങ്കിലും തക്കതായിട്ടുള്ളൊരു പണിഷ്മെൻറ്റ് കൊടുത്താൽ മാത്രമാണ് അവരെന്ത് ചെയ്യുള്ളൂ അടുത്ത സീസണിൽ ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സും ജെനുവിനായിട്ട് കളിച്ചു പോകുള്ളൂ. അപ്പോൾ ഷോർട്ട് കട്ട് കളിച്ചിട്ട് കിട്ടുന്ന ക്യാഷ് എല്ലാവർക്കും ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ ജെനുവിനായിട്ട് കളിച്ചവരും ഷോർട്ട് കട്ടിൽ പോയവരും തമ്മിൽ എന്തില്ല അവരെ എഫേർട്ടിന് വാല്യൂ ഇല്ലാത്ത പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എക്സ്ചേഞ്ച് കൺഫേം ആക്കി വെക്കണം. പക്ഷേ 24-ാം തീയതിയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ കൊടുത്തത് വെച്ചിട്ട് അത് ഡിക്ലൈൻ ആയോ ഇതായുള്ളൂ എന്നുള്ളത്. 2 അക്കൗണ്ടിൽ നിന്ന് ഉള്ളവരൊന്നും ഒരേ എക്സ്ചേഞ്ചിക്ക് ഒരിക്കലും കൊടുക്കരുത്. അപ്പോൾ ഗെയിംസ് കളിച്ചിട്ട് ടൈം കളയാൻ ഇപ്പം ഞാൻ പറയില്ല. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ ടാസ്ക് സെഷനിൽ പോയിട്ട് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന ഡയമണ്ട്സ് കളക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് കാർഡ്സ് അപ്ഗ്രേഡ് ചെയ്ത് പോവാം. ഓക്കെ, ഒന്നോ രണ്ടോ ഗെയിംസ് നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുക. പേഴ്സണലി നല്ല ഗെയിംസ്, ഇപ്പോൾ ഒരു ഗെയിം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗെയിമിൻ്റെ ഏകദേശം ഒരു സംഭവങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണത് ഗെയിം വരുന്നുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി കാണുമ്പോൾ പോലെ എന്താണ് അതിൻ്റെ കുറച്ച് ഇമേജസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഴ്സണലി മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സ്റ്റൈലിലുള്ളതാണോ എന്നൊക്കെ. അപ്പോൾ ആരും കഷ്ടപ്പെട്ട് കളിക്കാതിരിക്കുക. കാരണം ഇന്നലെ കുറേ ആൾക്കാർക്ക് ബാൻ്റെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചിലപ്പോൾ പുതിയ ആൾക്കാർക്ക് ബാൻ വരാം. ഓക്കെ, 24-ാം തീയതി ഇത് എന്താണ് നമ്മൾ എക്സ്ചേഞ്ചിൽ കൊടുത്ത വിഡ്രോവൽ അത് ഡിക്ലൈൻ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എലിജിബിൾ ആവോ അല്ലേന്ന് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ പേഴ്സണലി ഓവർ ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, നമ്മൾ പഴയ മാനറിൽ തന്നെ കാർഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഡയമണ്ട്സ് യൂസ് എന്ത് ചെയ്യുക, പാസീവ് നിങ്ങളുടെ ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർ അവർ കൂട്ടിക്കൊണ്ട് പോവുക. അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളോട് മെമ്മറീസ് ഉണ്ട്. ആ മെമ്മറീസിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ദിവസം കഴിഞ്ഞ സീസണിൽ പ്ലേ ചെയ്തെന്നൊക്കെ കാണാൻ പറ്റും. അത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കഴിഞ്ഞ സീസണിൽ നടന്ന എല്ലാ സ്കിന്നുകളും അത് കൂടാതെ കുറച്ചധികം സ്കിന്നുകളും പുതിയത് വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ എന്താണ് ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ ആയുള്ള സ്കിന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അൺലോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ ഫ്രീ സ്കിൻ എന്ന് പറയുമ്പോൾ ലോക്കായിരിക്കും, അത് എന്ത് ചെയ്യുക ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അൺലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ അൺലോക്ക് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ സ്കിന്നോട് ചിലപ്പോൾ പോവാം. അപ്പോൾ അടുത്ത സീസണിലേക്ക് ഇത് നിങ്ങൾക്ക് ഈ സ്കിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സ്കിൻ എന്ത് ചെയ്യുക അൺലോക്ക് ചെയ്ത് കാര്യങ്ങൾ സെറ്റാക്കി വയ്ക്കുക. ഗെയിംസ് സെലക്ട് ചെയ്യുമ്പോഴും എല്ലാ ഗെയിംസും കളിക്കാൻ പറ്റുന്നവർ അങ്ങനെ കളിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏൺ ചെയ്ത് വെക്കാം. പക്ഷേ പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, അധികം ടൈം ഇതിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. സീസൺ 2 എന്തായാലും കളിക്കുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ചിലപ്പോൾ എല്ലാവർക്കും നല്ലൊരു എമൗണ്ട് കോയിൻസ് കിട്ടണമെന്നില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ ടോക്കൺസ് ഒക്കെ അലോക്കേറ്റ് ചെയ്ത് തരുമ്പോഴാണ് നമുക്ക് ഏകദേശം അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പ്രൈസ്, ഒരു ടോക്കണിൻ്റെ പ്രൈസ് എത്ര വരുന്നത് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ഒരു ലിസ്റ്റ് ഡേറ്റിനാണ് എടുത്ത് വരുമ്പോഴാണ് നമുക്ക് അതൊരു ഒരു എക്സാക്റ്റ് ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എത്രത്തോളം പ്ലെയേഴ്സിന് അവർ ഇനി ബാൻ ചെയ്യുന്ന അറിയില്ല. അപ്പോൾ പ്ലെയേഴ്സ് കുറയും തോറും നമുക്ക് ഓരോരുത്തർക്കും, അതായത് ബാൻ ആവാത്ത ആൾക്കാർക്ക് കിട്ടുന്ന കോയിൻസിൻ്റെയും അതുപോലെ തന്നെ ആ കോയിൻ്റെ വാല്യൂവിൻ്റെയും കൂടാണ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ജെന്യുവനായിട്ടുള്ള കളിച്ചുള്ള പ്ലെയേഴ്സിന് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ സീസൺ 2ക്ക് നിങ്ങൾ കടക്കാനായിട്ട് ഇതിൻ്റെ ഇടയിൽ വരുന്ന മിഡായിട്ട് വരുന്ന ഈ സീസണിൽ നിങ്ങൾ ഓവർ ടൈം കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതായത് നിങ്ങൾ സീസൺ 1 എലിജിബിൾ ആയിട്ടുണ്ടോ, നിങ്ങൾക്ക് എത്ര ടോക്കൺസ് കിട്ടുന്നൊക്കെ ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞിട്ട് പേഴ്സണലി നിങ്ങളൊരു അസസ്മെൻറ്റ് നടത്തുക. സീസൺ 1 നിങ്ങൾ കൊടുത്ത ടൈം കാര്യങ്ങളൊക്കെ അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡും എന്ത് ചെയ്യുക, മാച്ച് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് റീസണബിൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇത്ര ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ലാഭമായി അല്ലെങ്കിൽ ഇനിയും ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ലെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇതിലേക്ക് ഓവറായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീസൺ 2 ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ സീസൺ 2 നമ്മൾ കളിക്കില്ലെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവർ എയർ ഡ്രോപ്പ് എങ്ങനെ കൊടുക്കുന്ന അറിയണം. അപ്പോൾ പിക്സൽ ബേഴ്സും അതുപോലെ കാറ്റിസിനൊക്കെ ചെയ്ത പോലെ എയർ ഡ്രോപ്പിൻ്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ എന്താണ് മിസ്മാച്ചോ അല്ലെങ്കിൽ അൺഫെയർ ആയിട്ട് ഇവർ ടോക്കൺ അലോക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പല പ്ലെയേഴ്സിനും അത് കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് മുന്നേ കണ്ടിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് ഇപ്പോൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 2 മെത്തേഡ്സ് വഴിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഗെയിംസ് കളിച്ചിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ പ്രോഫിറ്റ് പെർ അവർ കൂട്ടാനായിട്ട് പ്ലേ ഗ്രൗണ്ടിലത്തെ മൈൻഡ് കാർഡാണ്, കാർഡ്സിൽ പോയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 6 മണിക്കൂറാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. അതെല്ലാവരും അൺലോക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി അറിയാലോ കഴിഞ്ഞ സീസണിൽ അതുപോലെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഇത് പോവും. ഓക്കെ, അപ്പോൾ അതുപോലെ മിനി ഗെയിംസിൽ ഇപ്പോൾ ഹെക്സാപസിലുണ്ട്.
ഓക്കെ. അതുപോലെ പസിൽ ഗെയിമുണ്ട്. ഈ പസിൽ ഗെയിമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഇത് ക്യാൻസലായി പോയില്ല, ഡെയിലി കോമ്പോസ് ഒക്കെ പോയി. ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായത് ഒരു കീ ആണ്. ഇപ്പം അതിന് പകരം കിട്ടുന്നത് ഒരു ഡയമണ്ടാണ്. അതുപോലെ ഹെക്സാ പസിൽ മുന്നേ നമുക്ക് കിട്ടുന്നുണ്ടായത് എന്താണ്, ഒരു കോയിൻസ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടായത്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇപ്പോൾ കുറേ ഇത് കളിച്ച് കഴിയുമ്പോൾ ചെറിയ ചെറിയ എമൗണ്ട് ഡയമണ്ട്, അതായത് 0.001, 0.002 അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിൽ ഡയമണ്ട് കിട്ടുന്നത്. അപ്പോൾ പണ്ടുണ്ടാകുന്ന എല്ലാ ഇൻ ഗെയിം ടോക്കൺസ് ആയിട്ടുള്ള കീ, അതുപോലെ തന്നെ എന്താണ് കോയിൻസ്, ഇതൊക്കെ മാറ്റിയിട്ട് അവർ ഫുള്ള് ഡയമണ്ടാക്കി മാറ്റി വെക്കണം. ഓക്കെ. അപ്പോൾ ഡയമണ്ട് കിട്ടാനായിട്ട് ഇതിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. മിനി ഗെയിംസ്, മൈൻഡ് കാർഡ്സ്. ഓക്കെ. അപ്പോൾ കൂടുതൽ നിങ്ങൾ മൈൻഡ് കാർഡ്സിൽ ഫോക്കസ് ചെയ്യുക. ഇതിൻ്റെ ഹാംസ്റ്ററിൻ്റെ ശരിക്കുള്ള എയർ ഡ്രോപ്പ്, സീസൺ 1ൻ്റെ എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് അലോക്കേഷൻ വന്നതിന് ശേഷം അതിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത സീസണിലേക്ക് നിങ്ങൾ എൻഗേജ് ആവാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് തയ്യാറെടുക്കുക. എങ്ങനെ പോലും നെക്സ്റ്റ് സീസൺ എന്തായാലും ഇതുപോലെ തന്നെ സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. ഇവർ ഈ ഒരു എയർ ഡ്രോപ്പ് സക്സസ്ഫുൾ ആയിട്ട് എല്ലാവർക്കും ഫെയർ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ. ഇപ്പോൾ ഈ ഒരു സീസണിൽ ഇപ്പോൾ അവർ ബാൻ ചെയ്ത പ്ലെയേഴ്സ് ഇപ്പോൾ ഭയങ്കര നെഗറ്റീവ് അടിക്കുന്നുണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി എന്താണ് നെക്സ്റ്റ് സീസൺ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യലാണ്. പക്ഷെ അതൊക്കെ വെറുതെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ. കാരണം ഓട്ടോമാറ്റിക്കലി സീസൺ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലെയേഴ്സിന് സ്വയം അറിയാം. അവരെന്തൊക്കെ പറഞ്ഞാലും, അവരെന്തൊക്കെ എന്താണ് ഫേക്കായുള്ള ന്യൂസ് ഈ പ്രോജക്റ്റിനെതിരെ പറഞ്ഞാലും അവർക്കറിയാം എന്തെങ്കിലും എന്താണ് ജെന്യൂൻ അല്ലാതെ ചെയ്തുകൊണ്ടാണ് അവരുടെ അക്കൗണ്ട് ബാനായി പോയെന്നുള്ളത്. ഓക്കെ. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് സീസൺ കളിക്കില്ല എന്ന് പറഞ്ഞാലും ഓട്ടോമാറ്റിക്കലി അടുത്ത സീസൺ വരുമ്പോൾ ഇവരായിരിക്കും ചാടിക്കയറി ഇത് ചെയ്യുക. പിന്നെ ഏറ്റവും വലിയൊരു ഇഷ്യൂ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സിന് പുതുതായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും അറിയാം, അതായത് ലാസ്റ്റ് സീസണിൻ്റെ എൻഡിലൊക്കെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും സാച്ചുറേറ്റഡ് ആയി. അതായത് എല്ലാവരും ഫ്രണ്ട് സർക്കിളൊക്കെ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്. 10, 15 ചെയ്തിട്ട് പിന്നെ ഒരെണ്ണം കിട്ടാനായിട്ട് എല്ലാവരും പെടാണ്. അപ്പോൾ പുതിയ സീസണിൽ ഇനിയിപ്പോൾ അതുപോലെ തന്നെ അവർ പുതിയ കാർഡ്സോ എങ്ങനെയാണ് മെത്തേഡ് അറിയില്ല, പക്ഷേ അത് അൺലോക്ക് ചെയ്യാനായിട്ട് ഫ്രണ്ട്സിനെ വേണമെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരു ഹെഡേക്ക് ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അപ്ഡേഷൻ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ട് സീസൺ 2 മുന്നുള്ള ഈ ഒരു സീസണിൽ നിങ്ങൾ മുന്നോട്ട് പോകാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ എല്ലാവർക്കും കൊടുക്കാന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് അസിസ്റ്റൻസ്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ അതിന് എക്സാക്റ്റ് ആയിട്ട് സ്നാപ്ഷോട്ട് ഫുള്ള് എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അവരുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ അതുപോലെ ടെലഗ്രാം ചാനലിലൊക്കെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം.